രണ്ടാം വർഷത്തെ മെഡിസിൻ പഠനത്തിന് ഒരു ചെറിയ ഇടവേള. ഇത്തവണ വെക്കേഷൻ ഒത്തിരി പ്രതീക്ഷയോടെയാണ് അവൾ നാട്ടിലെത്തിയത്. ഹരി ഇത്തവണ താനുമായുള്ള കല്യാണാലോചന കുറച്ച് സീരിയസ് ആയി തന്നെ എടുത്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് കായംകുളത്തേക്ക് കൊച്ചുവേളി ട്രെയിൻ നിർത്തുമ്പോൾ എന്നത്തെയും പോലെ അന്ന് അച്ഛൻ സ്റ്റേഷനിലുണ്ടായിരുന്നു. പതിവ് കാണുന്ന സന്തോഷമോ ആഹ്ലാദ പ്രകടനങ്ങളോ ഒന്നുമില്ല. വീട്ടിലെത്തിയപ്പോൾ അമ്മ അമ്പലത്തിൽ പോയേക്കുവാണ് എന്ന് പറഞ്ഞ് കുളിച്ച് ഭക്ഷണവും കഴിച്ച് ഒന്ന് സെറ്റിയിലേക്ക് കിടന്നതേയുള്ളൂ. അവൾ യാത്രാക്ഷീണം കൊണ്ട് വേഗം ഉറങ്ങിപ്പോയി. പുറത്ത് ഉച്ചത്തിൽ ആരുടെയൊക്കെയോ വാക്കുതർക്കങ്ങൾ കേട്ട് ആരതി ഉണർന്നു. ആരൊക്കെയോ അതിർത്തിരിക്കുന്നു, ചങ്ങല വലിക്കുന്ന ശബ്ദം. വാക്ക് പറഞ്ഞാൽ വിലയുണ്ടാകണമെന്ന് അച്ഛൻ ദേഷ്യപ്പെടുന്നു. വസ്തുതർക്കവും അതേ ചൊല്ലിയുള്ള വിലപേശലുമാണ്. എന്താ അച്ഛ ഇത്? മോളെ, നമ്മൾ ഈ വീട് വിറ്റു. ഇന്ന് തന്നെ ഇവിടുന്ന് താമസം മാറണം. അവൾ കേട്ടത് വിശ്വസിക്കാനാവാതെ തരിച്ചു നിന്നു. ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ഇതുവരെ? മോളോട് ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കഴിഞ്ഞ 2 വർഷമായി വലിയ കടക്കണിയിലാണ്. മോളുടെ പഠിപ്പിനെ ബാധിക്കാതിരിക്കാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അമ്മ അപ്പോഴേക്കും വന്നു. ഇപ്പോഴേ നമ്മൾ ഇറങ്ങണോ? ഇനി ഒരു നിമിഷം പോലും നമ്മളിവിടെ നിൽക്കണ്ട. തൽക്കാലത്തേക്ക് ഒരു വാടക വീട് ശരിയാക്കിയിട്ടുണ്ട്, അച്ഛൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. വണ്ടി വരുന്നു, സാധനങ്ങളെല്ലാം കയറ്റുന്നു. ആ വണ്ടി ചെന്ന് നിന്നത് അവളെ ഏറ്റവും ഭയപ്പെടുത്തിയ വീട്ടിൽ. പഴയ വീട്ടിൽ നിന്ന് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. അച്ഛാ, ഇവിടെയോ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 3 മരണങ്ങൾ സംഭവിച്ച വീട്. എനിക്ക് പേടിയാ അച്ഛാ. വൈദ്യം പഠിക്കുന്ന നിനക്ക് പേടിയോ? വീടെന്ന് പറയാൻ 2 സെന്റ് വസ്തുവിൽ നീളത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ 2 മുറി. ആ വെക്കേഷൻ എത്രയും പെട്ടെന്നൊന്ന് തീരാൻ പ്രാർത്ഥിച്ച ദിവസങ്ങൾ. രാത്രിയിൽ പേടിച്ച് നിലവിളിക്കും. എയ്ഡ്സ് രോഗം വന്ന് മരിച്ചുപോയ രാജൻ മാമനും മെല്ലിച്ച ആ മാമന്റെ ഭാര്യയും മുന്നിൽ വന്ന് ഇങ്ങനെ എപ്പോഴും നിൽക്കും. അന്നാ നാട്ടിൽ എയ്ഡ്സ് എന്ന് ആദ്യം കേൾക്കുന്നത് തന്നെ അവരിൽ കൂടെയാണ്. ഒരാളുടെ അസുഖം ആ കുടുംബത്തെ തന്നെ തകർത്ത് തരിപ്പണമാക്കി. രാജമാമന്റെ മോനാണ് ആദ്യമായി അവളെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചത്. വീണപ്പോൾ ആൽപ്പൻലീപ്പെ മിഠായി കാണിച്ച് ചിരിപ്പിച്ചത്. വലിയ ചെവിയുള്ള രതീഷ് അവളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു, 5ാം ക്ലാസ് വരെ. വലിയ ചെവിയുള്ളവർ ഭാഗ്യവാന്മാരാണെന്ന് അവളുടെ അമ്മ എപ്പോഴും പറയും. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആ ഭാഗ്യം അവനെയും ഒരു നെഞ്ചിരിപ്പിന്റെ രൂപത്തിൽ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. തനിച്ചുള്ള ഓരോ പകലുകളും രാത്രികളും അവൾ ഭയപ്പെട്ടു. അച്ഛനും അമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു കട്ടിലിൽ പേടിച്ച് വിറച്ചിരിക്കും. അവരുടെ മരണം ഉൾക്കൊള്ളാൻ ഇനിയും പറ്റിയിട്ടില്ല. ഒരുപാട് മരണങ്ങളും പോസ്റ്റ്മോർട്ടവും ഒക്കെ കണ്ടിട്ട് കൂസലില്ലാതെ താൻ ഇതുവരെ എന്തിനിങ്ങനെ ഭയക്കുന്നു? അവരെയല്ല, അവർ ബാക്കി വെച്ച ഓരോ ഓർമ്മകളുമാകണം അവളെ വേട്ടയാടുന്നത്. ഒരു കുഞ്ഞി പല്ലി ചിലച്ചാൽ അവൾ വെളിയിലേക്ക് ഓടും. ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനിരിക്കുമ്പോൾ ചെങ്കല്ല് ഭിത്തിയിൽ നിന്ന് ഭക്ഷണത്തിലേക്ക് ഉച്ച പൊഴിഞ്ഞു വീഴും. ഒരിക്കൽ പഠിച്ചുകൊണ്ടിരിക്കെ ഇടയ്ക്ക് കറണ്ട് പോയപ്പോൾ പേന താഴേക്ക് പോയി. കൈ കസേരയുടെ താഴേക്കിട്ട് തപ്പിയപ്പോൾ ഒരു വഴുവഴുപ്പ്. ടോർച്ചടിച്ചപ്പോൾ ഒരു മഞ്ഞച്ചേര. നില വിളിച്ചുകൊണ്ട് അവൾ പുറത്തേക്കൂടി. മുയലുകൾ കിടന്ന മുറികൾ പോലും എത്ര വലുതായിരുന്നു തൻ്റെ പഴയ വീട്ടിൽ. വർഷങ്ങളായി കഴുകാതെ പായൽ പിടിച്ചു കിടന്ന സാമൂഹിക വിരുദ്ധർ നശിപ്പിക്കപ്പെട്ട ആ പൊളിഞ്ഞ കക്കൂസ് അമ്മ നിലത്തിരുന്ന് മൂക്കുപൊത്തി കഴുകുന്നത് കണ്ടപ്പോൾ അവളുടെ ഹൃദയം പൊടിഞ്ഞുപോയി. ആ വീട്ടിൽ കിണറോ പൈപ്പോ ഇല്ല. വെള്ളം എടുക്കണമെങ്കിൽ റോഡിലെ പഞ്ചായത്ത് പൈപ്പിന് മുന്നിൽ പാത്രവുമായി നിൽക്കണം. ഒരില താഴെ വീഴുന്ന എത്ര എളുപ്പത്തിലാണ് തങ്ങളുടെ ജീവിതം ഇങ്ങനെ വഴിയിലായത്. ആരും കാണാതെ നിറഞ്ഞു തൂകിയ വെള്ളം നിലത്തൊഴിച്ചു കളഞ്ഞ് വീണ്ടും വെള്ളം പിടിക്കും. വീണ്ടും റോഡിലേക്ക് അവൾ ഒഴിച്ചു കളയും. അത്രയും സമയം റോഡിൽ നിൽക്കാൻ, വീട്ടിലോട്ട് പോകാതെ ഇരിക്കാൻ അവൾക്കാകെയുള്ള ഒരേ ഒരു വഴി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഹരിയുടെ ബൈക്ക് പെട്ടെന്ന് വന്ന് മുന്നിൽ നിന്നത്. അവൻ അടിമുടി അവളെ നോക്കി. കഷ്ടം, ഈ വീട്ടിലോട്ടാണോ ഞാൻ എൻ്റെ അച്ഛനെ കല്യാണാലോചനയ്ക്ക് വിടേണ്ടത്? ഐ എം സോറി ഹരു, എനിക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല. ഒരു കാലത്ത് താനില്ലാതെ ജീവിക്കില്ലെന്ന് പറഞ്ഞ് അച്ഛൻ്റെ കാല് പിടിച്ചവൻ. അവൾക്ക് നിസ്സംഗതയാണ് തോന്നിയത്. പ്രണയത്തേക്കാൾ വിശപ്പിനേക്കാൾ ഒരാൾക്ക് ഭ്രാന്ത് വരുന്നത് ഉറങ്ങാൻ കഴിയാതെ ഇരിക്കുമ്പോഴാണെന്ന് അവൾക്ക് തോന്നി. എത്രയോ ദിവസങ്ങൾ കണ്ണടച്ചാൽ ആൾക്കൂട്ടത്തിന് നടുവിലൂടെ അപമാനഭാരത്താൽ ഒറ്റപ്പെട്ട് കുനിഞ്ഞ മുഖത്തോടെ മരണം കാത്തു നടന്ന ഭർത്താവിൽ നിന്ന് അസുഖം ബാധിച്ച ആ പാവ സ്ത്രീയുടെ ദൈന്യമുഖമാണ്. അന്ന് വൈകിട്ട് ബ്രോക്കർ രമണി ചേച്ചി ഒരാലോചനയുമായി വന്നു. നല്ല കൂട്ടരാ, പെണ്ണിന് മാത്രം മതി, സ്ത്രീധനം വേണ്ട, മാത്രമല്ല അവർ കൊച്ചിനെ തുടർന്ന് പഠിപ്പിച്ചോളും. നമ്മളെക്കൊണ്ട് ഇനി അതൊന്നും കൂട്ടിയാൽ കൂടില്ലെന്നറിയാലോ. അച്ഛൻ്റെ കണ്ണിൽ ഒരു തിളക്കം. മോളെ, ഇത്തിരി പ്രായക്കൂടുതലുണ്ട്. മോളുടെ പഠിപ്പ് മുടങ്ങില്ലല്ലോ. ഇതല്ലാതെ ഒരു വഴിയില്ല. ചുറ്റിനും കടക്കാറാണ്. സമ്മതമെന്നോ അല്ലെന്നോ പറഞ്ഞില്ല.
ഇപ്പോഴത്തെ സ്വപ്നം പേടിക്കാതെ ഭയപ്പെടാതെ അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ കിടന്നുറങ്ങണം. പിന്നെ പഠനം കംപ്ലീറ്റ് ചെയ്യണം. അന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിലും വേഗത്തിൽ ആ വാടക വീട്ടിൽ നിന്നും വിവാഹവേഷത്തിൽ അയാളുടെ കൈ പിടിച്ചിറങ്ങി അയാളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ രാജൻ മാമനെ ഓർമ്മ വന്നു. കാറിൽ അയാളോട് ചേർന്നിരിക്കുമ്പോൾ കഴുത്തിൽ കിടന്ന ഗ്യാരണ്ടി മാല കയ്യിലെടുത്തു. അയാൾ പുച്ഛിച്ച് ചിരിച്ചു. അത് കണ്ടില്ലെന്ന് നടിച്ചു. അവൾ പതിയെ ചോദിച്ചു, എന്നെ തുടർന്ന് പഠിപ്പിക്കില്ലേ? അയാൾ പൊട്ടിച്ചിരിച്ചു. പഠിപ്പിക്കാനോ? തളർന്നു കിടക്കുന്ന എൻ്റെ അപ്പനെ നോക്കാൻ ഈ പഠിപ്പൊക്കെ ധാരാളം. അപ്പോൾ രമണി ചേച്ചി പറഞ്ഞതോ? കല്യാണം നടക്കാൻ ബ്രോക്കർമാർ എന്തൊക്കെ പറയുന്നു? അവൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. രാജൻ മാമനും എല്ലു പൊന്തിയ ശരീരമുള്ള ആ സ്ത്രീയും അവളെ തിരികെ വിളിക്കുന്നു. വലിയ ചെവികളുള്ള രതീഷ് സൈക്കിളുമായി റോഡരികിൽ നിന്ന് ദയനീയമായി പോകരുതേ എന്ന് യാചിക്കുന്നു. കാറിൻ്റെ ഡോറ് തുറന്ന് ചാടിയാലോ? അവൾ ആ പ്രേതഭവനത്തിലേക്ക് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. ആ നീളമുള്ള 2 മുറി തേക്കാത്ത കല്ല് കെട്ടിയ വരാന്തയിൽ രമണി ചേച്ചി കിട്ടിയ ബ്രോക്കർ കാശ് വീണ്ടും വീണ്ടും എണ്ണുന്നു. 5000 റുപ്പികയിൽ 300 രൂപയുടെ കുറവ് അമ്മയുടെ കാതിലെ കമ്മലിൻ്റെ വില. നിങ്ങളുടെ മോള് മുടിഞ്ഞു പോകും എൻ്റെ കാശ് പറ്റിച്ചതിന്. അവർ കൈ തലയിൽ വെച്ച് ശപിച്ചു. എല്ലാം എങ്ങനെയൊക്കെയോ പോകട്ടെ. ഒന്നുറങ്ങണം, ഒന്നുറങ്ങണം, അവൾ പിച്ചും പേയും പറഞ്ഞു. അവൾ കാറിൻ്റെ പിൻസീറ്റിലേക്ക് ചാഞ്ഞു. അയാളും അവളെ ഉണർത്തിയില്ല. അയാളുടെ മനസ്സിൽ അയാളുടെ മാനസിക നില തെറ്റി ഒരു വശം തളർന്നു കിടക്കുന്ന അച്ഛൻ്റെ ചോര കണ്ണുകളായിരുന്നു. പാവം, ഇവൾക്കിനി ഒരിക്കലും ഇങ്ങനെ ഉറങ്ങാൻ കഴിയില്ലല്ലോ. വീടെത്തും വരെയെങ്കിലും അവൾ ഉറങ്ങട്ടെ. ഓരോ വീടുകൾക്കും ഓരോ കഥകളാണ്. ചില കഥകൾ മാത്രമാകില്ല. രാജമാമനെ പോലെ, രതീഷിനെ പോലെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.